അമേരിക്ക പാകിസ്ഥാനിൽ ഒരു സൈനിക താവളം നിർമ്മിക്കുമോ? അതായത് അമേരിക്ക ഓൾറെഡി പാകിസ്ഥാനിലെ പല എയർബേസുകളും കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സമുദ്രതീരത്തിൽ ഒരു പോർട്ടും അതിനോടനുബന്ധമായിട്ട് അവരുടെ നേവി എയർ ബേസുകളൊക്കെ അമേരിക്ക നിർമ്മിക്കാൻ സാധ്യതയുണ്ടോ? അതും അറബിക്കടലിന് അഭിമുഖമായിട്ട്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. മൈക്രോസോഫ്റ്റ് അടക്കമുള്ള നിരവധി കമ്പനികൾ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് രാജ്യം വിട്ടു പോയി കഴിഞ്ഞു. അപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ അതിൽ നിന്ന് മറികടക്കാൻ കണ്ടെത്തിയ ഒരു വഴിയാണ് അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്തുക എന്നത്. അതിന് ട്രംപിനെ വീഴ്ത്താനായിട്ട് അവർ ഉപയോഗിച്ചത് ഈ പാകിസ്ഥാനിലുള്ള ധാതു നിക്ഷേപങ്ങൾ, അപൂർവമായിട്ടുള്ള ധാതു നിക്ഷേപങ്ങൾ അമേരിക്കയ്ക്ക് ഖനനം ചെയ്തെടുക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ചൈന കഴിഞ്ഞാൽ റെയർ എർത്ത് മിനറൽസ് ധാരാളമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. നമ്മളിതുവരെ അമേരിക്കയ്ക്കും കൊടുക്കാൻ പോകുന്നില്ല. നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ മാനുഫാക്ചറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ഖനനം ചെയ്തെടുക്കുകയും ഉപയോഗിക്കുകയുമായിരിക്കും ചെയ്യുക. പക്ഷെ പാകിസ്ഥാനിൽ സ്വന്തമായിട്ട് അങ്ങനെ ബിസിനസ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരിത് അമേരിക്കയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അമേരിക്കയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് പാകിസ്ഥാനിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റെയർ എർത്ത് മിനറൽസ് അമേരിക്കയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അവർ വളരെയധികം ചൈനയെ ഇക്കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ടൊരു ഓഫറുമായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ പോയിരിക്കുന്നത്. പാകിസ്ഥാനിൽ ധാതു സമ്പുഷ്ട നഗരമായിട്ടുള്ള പസ്നി എന്ന് പറയുന്ന ആ ഒരു പ്രദേശവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പോർട്ട് തന്നെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓഫറാണ് ഇപ്പോൾ അസീം മുനീറും പാകിസ്ഥാൻ ഗവൺമെന്റും അമേരിക്കയുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ മണ്ണ് അമേരിക്കയ്ക്ക് കൊടുക്കുകയാണ് അവർക്കൊരു പോർട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പസ്നിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോകാനും വരാനും ഒക്കെ എളുപ്പമാണല്ലോ. ഈ പോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. അമേരിക്കയുടെ കയ്യിൽ ഒരു പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കും. അമേരിക്കയുടെ മുങ്ങിക്കപ്പലുകൾ, പടക്കപ്പലുകൾ, അതുപോലെ അവരുടെ വിമാനവാഹിനി കപ്പലുകൾ, റിസർച്ച് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കപ്പലുകൾ, ഇതെല്ലാം പതിയെ 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 ഈ പോർട്ടിലേക്ക് എത്തുകയും പിന്നീട് അത് അമേരിക്കയുടെ ഒരു നാവിക താവളമായിട്ട് മാറുകയും ചെയ്യും. ഇത് തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇതിന് തന്നെയാണ് പാകിസ്ഥാൻ കൊടുക്കുന്നതും. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവും, ചൈന ഇതിനൊക്കെ അനുവദിക്കുമോ പാകിസ്ഥാനെ? ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന്റെ ഭാവി എന്താവും? ഈ പസ്നി എന്ന് പറയുന്ന ഒരു പ്രദേശം നമ്മുടെ ഇറാന്റെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഗ്വാദർ തുറമുഖം ഉണ്ടല്ലോ, ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, ആ ഒരു തുറമുഖത്തിൽ നിന്ന് 70 മൈൽ മാത്രം അകലെ നിൽക്കുന്ന ഒരു പ്രദേശമാണത്. ഇവിടെയാണ് ഒരു തുറമുഖം ഉണ്ടാക്കാൻ ഇപ്പോൾ പാകിസ്ഥാൻ അമേരിക്കയും ക്ഷണിച്ചിരിക്കുന്നത്. ഇത് ചൈന പ്രശ്നമാക്കില്ലേ? ഉറപ്പായും പ്രശ്നമാക്കും. ചൈന പ്രശ്നമാക്കുക മാത്രമല്ല, ഇന്ത്യയെ പോലെ തന്നെ ചൈനയ്ക്കും ഈ ഒരു നീക്കം വലിയൊരു തിരിച്ചടിയും ഭീഷണിയും തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് താല്പര്യമുണ്ടാവുക സ്വാഭാവികം. അതൊക്കെ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായി ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി കേട്ടാലോ? പലരും സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കും ഇനിയിപ്പോ തുടക്കക്കാരൻ എന്ന നിലയിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട്, അതായത് നിക്ഷേപിച്ച പണം 1 രൂപ പോലും മെച്യൂരിറ്റിയിൽ നഷ്ടമാകാതെ നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. കൂടാതെ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതനുസരിച്ച് നല്ല ലാഭവും നേടാം. കാനറ HSBC ലൈഫ് ആണ് ഈ അവസരം ഒരുക്കുന്നത്. ഇവരുടെ നിഫ്റ്റി 500 മൾട്ടി ഫാക്ടർ 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വരുന്ന ഒക്ടോബർ 13 വരെ മാത്രമേ ഇതിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കുവാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ NAV 10 രൂപയാണ്. നിങ്ങളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നിക്ഷേപിക്കാം. ഈ NFOയുടെ ഇൻഡെക്സ് തുടക്കം മുതൽക്ക് 21.1%, കഴിഞ്ഞ 5 വർഷത്തിൽ 29.8% CAGR റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവറും കിട്ടും. വർഷം തോറും 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം ഒരു 18,000 രൂപയൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ 2 കോടിയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കേണ്ട, ഈ NFOയുടെ അവസാന തീയതി ഒക്ടോബർ 13 വരെയാണ്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കുവാനും കഴിയും. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭ്യമാകും. വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് നേരിട്ട് സംസാരിക്കുകയും ചെയ്യും. ഇന്ത്യയുമായിട്ടുള്ള ശത്രുത കാരണം തന്നെയാണ് പാകിസ്ഥാനെ ചൈന ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല, കുറെ കാലങ്ങളായിട്ട് ആ ബന്ധമുണ്ട്. പക്ഷേ ചൈനയുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തികമായ ലാഭങ്ങളൊന്നുമില്ല. പാകിസ്ഥാനെ അമേരിക്ക എല്ലാ കാലവും സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടാണ് എപ്പോഴും നിലനിന്നിട്ടുള്ളത്. എന്നാൽ ചൈന ആകട്ടെ എല്ലാം കടം കൊടുക്കലാണ്, ഫ്രീ ആയിട്ടൊന്നും കൊടുക്കില്ല. ചൈന എന്ത് കൊടുത്താലും അതിന് കണക്കുണ്ട്.
ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമല്ലോ എന്ന തത്വമാണ് ചൈനയെ നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന പാകിസ്ഥാന് കൊടുക്കുന്നതിനെല്ലാം കണക്കുണ്ട്. ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ യുദ്ധത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ആ സമയത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള ചരക്ക് നീക്കം എളുപ്പമല്ല. പ്രത്യേകിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് അടുത്തുകൂടി, ശ്രീലങ്കയുടെ അടുത്തുകൂടി, ഇന്ത്യയുടെ അടുത്തുകൂടിയുള്ള ചരക്ക് നീക്കം വലിയ ഭീഷണിയാണെന്ന് ചൈനയ്ക്ക് അറിയാം. അപ്പൊ ഇന്ത്യയെ മറികടന്നുകൊണ്ട്, ഇന്ത്യയുടെ അടുത്ത് വരാതെ അതിനു മുമ്പേ തന്നെ ചരക്ക് കടത്താനുള്ള ഒരു വഴി എന്ന നിലയ്ക്കാണ് ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലൂടെ പാകിസ്ഥാനിലൂടെ കടന്നു പോകുന്ന ഗ്വാദർ തുറമുഖം വരെ എത്തുന്ന ആ ഒരു ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന് ചൈന രൂപം കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു എക്കണോമിക് കോറിഡോർ ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. പക്ഷെ പാകിസ്ഥാൻ ഇത് പൂർത്തിയാക്കാനായിട്ട് കഴിയുന്നേയില്ല. ഒന്നാമത് ആഭ്യന്തരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ഗിൽജിത് ബാൾട്ടിസ്ഥാനിൽ തന്നെ ഇതിനെതിരെ എതിർപ്പുകൾ വളരെ ശക്തമാണ്. പാകിസ്ഥാന്റെ ഉള്ളിൽ ശക്തമാണ്. ബലൂചിസ്ഥാനിലൂടെ ഈ ഒരു പാത കടന്നു പോകില്ല എന്ന് അവർ വ്യക്തമാക്കുകയാണ്. അപ്പൊ അങ്ങനെ ആകെ ആഭ്യന്തര സംഘർഷങ്ങൾ ഒരു വശത്ത്. മറുവശത്ത് ഇതിന്റെ മുഴുവൻ പൈസയും ഈ ചൈന തന്നെ മുടക്കിയാലേ ഇത് യാഥാർത്ഥ്യമാകൂ എന്നൊരു സ്ഥിതിയുണ്ട്. പാകിസ്ഥാന്റെ കയ്യിൽ ചെലവാക്കാൻ പൈസയൊന്നുമില്ല. ചൈന കുറെ പണം ഓൾറെഡി അതിനകത്ത് മുടക്കി കഴിഞ്ഞു. ഇനി തങ്ങളെ കൊണ്ട് പറ്റില്ല എന്നാണ് ചൈന പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ഒരു പദ്ധതി പൂർത്തിയാകാതെ നീണ്ടു പോവുകയാണ്. അപ്പോഴാണ് ഇപ്പോ അമേരിക്കയെ കൂടെ ഒരു തുറമുഖം ഉണ്ടാക്കാനായിട്ട് പാകിസ്ഥാൻ ക്ഷണിച്ചിരിക്കുന്നത്. പസ്നി പോർട്ട് യാഥാർത്ഥ്യമാവുകയും അവിടെ അമേരിക്കയ്ക്ക് ഒരു താവളം ഉണ്ടാവുകയും ചെയ്താൽ അറബിക്കടലിലെ അമേരിക്കയുടെ സ്വാധീനം കൂടുതൽ ശക്തമാകും. ഇത് ചൈനയുടെ ചരക്ക് നീക്കത്തിന് ഒരു വലിയ ഭീഷണിയാണ്. ഗ്വാദർ തുറമുഖം വഴി ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ വഴി ചൈന ചരക്ക് നീക്കം നടത്തുകയാണെങ്കിൽ ഇനി ബലൂജിലെയും ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെയൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് തന്നെ കരുതുക. പക്ഷെ അപ്പോഴും അമേരിക്ക ഒരു ഭീഷണിയായിട്ട് അവിടെ ഉണ്ട്. ഇത് സാധാരണ ഒരു തുറമുഖത്തിനുള്ള പ്രപ്പോസലാണ് തങ്ങൾ കൊടുത്തത് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും പാകിസ്ഥാൻ കൊടുക്കുന്ന പ്രപ്പോസൽ അമേരിക്ക എന്തായാലും സ്വീകരിക്കുകയാണെങ്കിൽ ഭാവിയിൽ അത് അമേരിക്കയുടെ ഒരു വ്യോമ താവളം തന്നെയായിരിക്കും. അറബിക്കടലിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെയും ചൈനയെയും ഒക്കെ നിരീക്ഷിക്കാനും ഇറാനെയും അഫ്ഗാനിസ്ഥാനെയും ഒക്കെ നിരീക്ഷിക്കാനും അമേരിക്ക ഈ ഒരു തുറമുഖത്തെ ഉപയോഗിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാളെ അമേരിക്കയുമായിട്ട് യുദ്ധത്തിനൊന്നും പോകാൻ ഒരു പദ്ധതിയും നമുക്കില്ല. പക്ഷെ സമീപ ഭാവിയിൽ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാം. പ്രത്യേകിച്ച് തായ്വാന്റെ വിഷയത്തിൽ ഏതെങ്കിലും കാരണവശാൽ ചൈന തായ്വാനെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമേരിക്ക അതിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഒരു ചെറിയ കാലയളവിലേക്കെങ്കിലും അമേരിക്ക ചൈന യുദ്ധമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലൊരു പോർട്ട് പാകിസ്ഥാനിൽ വരികയാണെങ്കിൽ ഭാവിയിൽ അത് ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാനായിട്ട് അമേരിക്ക തീർച്ചയായിട്ടും ശ്രമിക്കും. അപ്പൊ ഇതെല്ലാം അറിയാവുന്ന ചൈനയ്ക്ക് നല്ല അതൃപ്തി ഉണ്ട് പാകിസ്ഥാന്റെ പുതിയ നീക്കത്തിൽ. പക്ഷെ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഭാവിയിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കയെ ഇടപെടുത്താം എന്നുള്ള ഒരു ശ്രമം കൂടി അവർക്കുണ്ട്. കാരണം അവർ ഭയപ്പെടുന്നുണ്ട് ഇനി ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെ വല്ലാതെ പ്രഹരിക്കുമെന്നും ഒരുപക്ഷെ പാക് അധീന കശ്മീർ ഉൾപ്പെടെ അവർക്ക് നഷ്ടമാകുമെന്നൊക്കെ ഉള്ളൊരു ഭയം അവർക്കുണ്ട്. അപ്പൊ അമേരിക്ക ഇവിടെ ഒരു കക്ഷിയായിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്നൊക്കെയാണ് പാകിസ്ഥാൻ കണക്കുകൂട്ടുന്നത്. ട്രംപ് ഭരണകൂടമാകട്ടെ പാകിസ്ഥാനെ ഏഷ്യയിലേക്കുള്ള ഒരു സുരക്ഷിത മാർഗമെന്ന നിലയിലാണ് ഇപ്പോൾ പാകിസ്ഥാനെ കാണുന്നത്. പരമാവധി അവർ പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം പാകിസ്ഥാൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. കാരണം ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പാകിസ്ഥാൻ അമേരിക്കൻ ചേരിക്കൊപ്പമാണ് നിന്നത് അന്ന് തൊട്ട് ഇന്ന് വരെയും. എന്നിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ആകെ പാകിസ്ഥാനിൽ വളർച്ച ഉണ്ടായത് ഭീകരവാദത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. എക്കണോമിക് ഗ്രോത്ത് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല പാകിസ്ഥാൻ വലിയ രീതിയിൽ നിന്ന് പ്രതിസന്ധിയിലുമാണ്. അപ്പോൾ ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത് അവിടെയുള്ള റെയർ എർത്ത് എലമെന്റ്സ് അവർക്ക് ആവശ്യമാണ്, മിനറൽസ് അവർക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി പാകിസ്ഥാനുമായിട്ട് അവർ ടേംസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇറാനെയും അഫ്ഗാനിസ്ഥാനെയും ചൈനയെയും ഇന്ത്യയും ഒക്കെ നിരീക്ഷിക്കാൻ പറ്റിയൊരിടമാണ് പാകിസ്ഥാൻ എന്ന് അവർ കണക്കൂട്ടുന്നുണ്ട്. അപ്പൊ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്തുകയാണ്. അസീം മുനീറും ഷഹബാസ് ഷെരീഫും ഒക്കെ ഇപ്പൊ അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പാകിസ്ഥാനെ വിൽക്കുകയാണ്. ശരിക്കും തത്വത്തിൽ പാകിസ്ഥാനെ അമേരിക്കയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു തുറമുഖം അമേരിക്കയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ളൊരു കുറെ കാലത്തേക്ക് അത് അമേരിക്കയുടെ കയ്യിലായിരിക്കും. പാകിസ്ഥാനിൽ ഓൾറെഡി അവരുടെ ആണവ സംവിധാനങ്ങളും എയർബേസുകളും ഒക്കെ അമേരിക്കയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഒരു തുറമുഖം കൂടി അമേരിക്കയ്ക്ക് കൊടുക്കാമെന്ന് അങ്ങോട്ട് പറയാണ്. അതായത് എഴുതി വിൽക്കുന്നതിന് തുല്യമാണ്. പാകിസ്ഥാനെ ഇനി അങ്ങോട്ട് നിയന്ത്രിക്കാൻ പോകുന്ന ശക്തി അമേരിക്ക ആയിരിക്കും ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ. എന്തായാലും പാകിസ്ഥാനിലെ ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇതൊന്നും അറിയാതെ ഇന്ത്യയോടുള്ള ശത്രുത കാരണം വലിയൊരു വിഭാഗം പേര് അസീം മുനീറും അതുപോലെ ഷഹബാസ് ഷെരീഫും ഒക്കെ അവർക്ക് വേണ്ടി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഒക്ടോബർ 13 വരെയാണ് നിങ്ങൾക്ക് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുക. സമയം കുറവാണ്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി.